ദൈവനാമത്തിൽ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാം ചിന്തിക്കാനായി ഒരുങ്ങുന്നത് 2 ദിനവൃത്താന്തം 7-ാം അധ്യായത്തെക്കുറിച്ചാണ്. വേദപുസ്തകമുള്ളവർ ദയവായി തുറന്നു വെക്കുക. 2 ദിനവൃത്താന്തം 7-ാം അധ്യായം പഴയ നിയമത്തിലെ ഏറ്റവും ശക്തമായ ആത്മീയ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന അധ്യായങ്ങളിൽ ഒന്നാണ്. ശലോമോന്റെ സമർപ്പണ പ്രാർത്ഥനയ്ക്ക് ദൈവം നേരിട്ട് മറുപടി നൽകുന്നതും ആകാശത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ബലികളെ ദഹിപ്പിക്കുന്നതും ദൈവമഹത്വം ആലയത്തിൽ നിറയുന്നതും തുടർന്ന് ദൈവം ശലോമോന് പ്രത്യക്ഷപ്പെട്ട് തന്റെ ജനത്തോട് ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്നതുമാണ് ഈ അധ്യായത്തിലെ പ്രധാന സംഭവങ്ങൾ. ഈ അധ്യായം ഒരു ചരിത്ര സംഭവമല്ല. പ്രാർത്ഥന, ആരാധന, ദൈവ സാന്നിധ്യം, മാനസാന്തരം, ദൈവിക പുനരുദ്ധാനം എന്നിവയുടെ അടിസ്ഥാന തത്വങ്ങൾ വെളിപ്പെടുത്തുന്ന ഒരു ദൈവശാസ്ത്ര പ്രഖ്യാപനമാണ്. ഇതിന്റെ ചരിത്ര പശ്ചാത്തലം നാം ചിന്തിക്കുമ്പോൾ 2 ദിനവൃത്താന്തം 5-ാം അധ്യായത്തിൽ നിയമപെട്ടകം ആലയത്തിൽ സ്ഥാപിക്കപ്പെടുകയും ദൈവമഹത്വം ആലയത്തെ നിറയ്ക്കുകയും ചെയ്തു. 6-ാം അധ്യായത്തിൽ ശലോമോൻ സമർപ്പണ പ്രാർത്ഥന നടത്തി. അതിന്റെ ദൈവിക മറുപടിയാണ് 7-ാം അധ്യായത്തിൽ നാം കാണുന്നത്. ഇത് ഒരു ആത്മീയ ക്രമം വെളിപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധമായ ഒരുക്കം, വിനയമുള്ള പ്രാർത്ഥന, ദൈവത്തിന്റെ മറുപടി, ദൈവമഹത്വത്തിന്റെ അവതരണം. ദൈവത്തിന്റെ പ്രവർത്തനം മനുഷ്യന്റെ പ്രാർത്ഥനയെ ബഹുമാനിക്കുന്നതോടൊപ്പം അവന്റെ പരമാധികാരത്തെയും വെളിപ്പെടുത്തുന്നുണ്ട്. ആകാശത്തിൽ നിന്ന് ഇറങ്ങിയ അഗ്നി സൂചിപ്പിക്കുന്നത് ശലോമോൻ പ്രാർത്ഥന അവസാനിപ്പിച്ച ഉടനെ ആകാശത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ഹോമയാഗങ്ങളെയും സമാധാനയാഗങ്ങളെയും ദഹിപ്പിച്ചു. 2 ദിനവൃത്താന്തം 7-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിൽ നമുക്ക് കാണാം. ബൈബിളിൽ അഗ്നി പലപ്പോഴും സൂചിപ്പിക്കുന്നത് ദൈവത്തിന്റെ അധികാരത്തെയും ദൈവത്തിന്റെ വിശുദ്ധിയെയും ദൈവത്തിന്റെ ന്യായവിധിയെയും പരിശുദ്ധാത്മാവിന്റെ ശക്തിയെയുമാണ്. ഈ അഗ്നി മനുഷ്യൻ തെളിച്ച തീയല്ല, ദൈവം അയച്ച അഗ്നിയാണ്. ഇത് ശലോമോന്റെ ആരാധനയും പ്രാർത്ഥനയും ദൈവം സ്വീകരിച്ചു എന്നതിന്റെ അടയാളമാണ്. ഇത് ഏലിയാവിന്റെ കാലത്ത് കർമ്മേൽ പർവ്വതത്തിലും 1 രാജാക്കന്മാർ 18-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്കത് കാണാം. പിന്നീട് പെന്തക്കോസ്ത് നാളിലും അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം വായിക്കുമ്പോഴും നമുക്കത് കാണാം. ഇവിടെയെല്ലാം പ്രതീകാത്മകമായി വീണ്ടും നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ദൈവമഹത്വം ആലയത്തിൽ നിറഞ്ഞതിന്റെ പ്രത്യേകത. അഗ്നിക്ക് ശേഷം ദൈവത്തിന്റെ മഹത്വം ആലയത്തിൽ നിറഞ്ഞു. പുരോഹിതന്മാർക്ക് അകത്ത് പ്രവേശിക്കുവാൻ പോലും കഴിഞ്ഞില്ല. ഇവിടെ വലിയ ഒരു ആത്മീയ സത്യമുണ്ട്. ദൈവമഹത്വം വെളിപ്പെടുമ്പോൾ മനുഷ്യന്റെ മഹത്വം മങ്ങിപ്പോകുന്നു. ഇന്നത്തെ സഭയ്ക്കും ഇതേ പാഠമാണ്. മികച്ച സംഗീതം, മനോഹരമായ കെട്ടിടം, മികച്ച സംഘാടനം എന്നിവയേക്കാൾ ദൈവ സാന്നിധ്യമാണ് സഭയുടെ യഥാർത്ഥ മഹത്വം. ഇവിടെ ജനങ്ങളുടെ പ്രതികരണത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ദൈവമഹത്വം കണ്ടപ്പോൾ ജനങ്ങൾ നിലത്ത് വീണ് ആരാധിച്ചു. അവർ ഒരേ സ്വരത്തിൽ പറഞ്ഞു, യഹോവ നല്ലവൻ, അവന്റെ ദയ എന്നേക്കും നിലനിൽക്കുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം യഥാർത്ഥ വിനയവും ആരാധനയും സൃഷ്ടിക്കുന്നു. ആരാധനയുടെ ലക്ഷ്യം മനുഷ്യനെ ആകർഷിക്കുകയല്ല, മനുഷ്യനെ ദൈവസന്നിധിയിൽ താഴ്മപ്പെടുത്തുക എന്നതാണ്. സമർപ്പണ യാഗങ്ങളുടെ ആത്മീയ അർത്ഥം എന്തെന്നാൽ ശലോമോനും ജനങ്ങളും അനേകം യാഗങ്ങൾ അർപ്പിച്ചു. ഇത് ദൈവത്തിന് ഏറ്റവും മികച്ചത് സമർപ്പിക്കുന്ന മനോഭാവത്തെ പ്രതിനിധീകരിക്കുന്നു. പുതിയ നിയമത്തിൽ മൃഗയാഗങ്ങൾക്ക് പകരം യേശുക്രിസ്തുവിന്റെ ഏകയാഗം മതി. എന്നാൽ വിശ്വാസികൾ ഇന്നും സമർപ്പിക്കേണ്ടത് തങ്ങളുടെ ജീവിതം, സമയം, കഴിവുകൾ, സമ്പത്ത്, സാക്ഷ്യം. യഥാർത്ഥ യാഗം ജീവിത സമർപ്പണമാണ്. ദൈവത്തിന്റെ രാത്രി ദർശനത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ രാത്രിയിൽ ദൈവം ശലോമോന് പ്രത്യക്ഷപ്പെട്ടു. അവൻ പറഞ്ഞത്, നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടിരിക്കുന്നു എന്നാണ്. ഈ വാക്കുകൾ മുഴുവൻ അധ്യായത്തിന്റെ കേന്ദ്രബിന്ദുവാണ്.
ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. എന്നാൽ ദൈവത്തിൻ്റെ മറുപടി എല്ലായ്പ്പോഴും അവൻ്റെ വിശുദ്ധിയുടെയും ഉടമ്പടിയുടെയും അടിസ്ഥാനത്തിലാണ്. 2 ദിനവൃത്താന്തം 7-ാം അധ്യായം 14-ാം വാക്യത്തിൽ ആത്മീയ ഉണർവിൻ്റെ താക്കോലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഈ അധ്യായത്തിലെ ഏറ്റവും പ്രസിദ്ധമായ വാക്യം, എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുഷ്ടവഴികൾ വിട്ടുതിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തെ സൗഖ്യമാക്കും. ഈ വാക്യത്തിൽ ആത്മീയ ഉണർവിൻ്റെ 4 ഘട്ടങ്ങളെ നമുക്ക് കാണാനായി കഴിയും. അതിലൊന്നാമത്തേത് വിനയമാണ്. ആത്മീയ ഉണർവ് അഹങ്കാരത്തിൽ ആരംഭിക്കില്ല. ദൈവത്തിൻ്റെ മുമ്പിൽ താഴ്മപ്പെടുന്ന ഹൃദയമാണ് ഉണർവിൻ്റെ തുടക്കം. രണ്ടാമത്തേത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയില്ലാതെ ഉണർവ് അസാധ്യമാണ്. ദൈവത്തിൻ്റെ ശക്തി മനുഷ്യൻ്റെ പദ്ധതികളിലൂടെയല്ല, പ്രാർത്ഥനയിലൂടെ പ്രവർത്തിക്കുന്നു. മൂന്നാമത്തേത് ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കലാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ മാത്രമല്ല, ദൈവത്തെ തന്നെ അന്വേഷിക്കണം. ഇതാണ് യഥാർത്ഥ ആത്മീയത. നാലാമത്തേത് മാനസാന്തരമാണ്. പാപത്തിൽ നിന്ന് തിരിയാതെ ഉണർവ് ഉണ്ടാകില്ല. ദൈവം അനുഗ്രഹിക്കുന്നതിന് മുമ്പ് ഹൃദയ പരിവർത്തനം ആവശ്യപ്പെടുന്നു. ഇവിടെ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെക്കുറിച്ച് നമുക്ക് കാണാം. ഈ 4 കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ദൈവം 3 വാഗ്ദാനങ്ങളെ നൽകുന്നു. ഒന്ന്, ഞാൻ കേൾക്കും. രണ്ടാമത്തേത്, ഞാൻ ക്ഷമിക്കും. മൂന്നാമത്തേത്, ഞാൻ സൗഖ്യമാക്കും. ഇത് വ്യക്തിക്കും കുടുംബത്തിനും സഭയ്ക്കും സമൂഹത്തിനും ബാധകമായ ആത്മീയ തത്വമാണ്. ദേവാലയത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ദൈവം പറയുന്നു, ഈ ആലയത്തെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇത് കെട്ടിടത്തിൻ്റെ മഹത്വമല്ല, ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പാണ് അതിനെ വിശുദ്ധമാക്കുന്നത്. ഇന്ന് പുതിയ നിയമത്തിൽ വിശ്വാസികളുടെ സമൂഹവും ഓരോ വിശ്വാസിയും പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. അതുകൊണ്ട് വിശുദ്ധ ജീവിതം ഓരോ ക്രിസ്ത്യാനിയുടെയും വിളിയാണ്. അനുസരണവും മുന്നറിയിപ്പും. അധ്യായത്തിൻ്റെ അവസാനത്തിൽ ദൈവം ഒരു മുന്നറിയിപ്പ് നൽകുന്നു. ജനങ്ങൾ വിഗ്രഹാരാധനയിലേക്ക് തിരിയുകയാണെങ്കിൽ അവരുടെ ദേശം നഷ്ടപ്പെടും, ആലയം നശിക്കും, ജാതികളുടെ മുമ്പിൽ പരിഹാസ വിഷയമാകും. ദൈവത്തിൻ്റെ അനുഗ്രഹം ഉടമ്പടിയോടുള്ള വിശ്വസ്തതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അനുഗ്രഹം അനുഭവിച്ചവരും ദൈവത്തെ മറന്നാൽ ആത്മീയ വീഴ്ച സംഭവിക്കും. പുതിയ നിയമത്തിലെ പൂർത്തീകരണത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ 2 ദിനവൃത്താന്തം 7-ാം അധ്യായം യേശു ക്രിസ്തുവിൽ പൂർണ്ണ അർത്ഥം പ്രാപിക്കുന്നു. ആകാശത്തിൽ നിന്നുള്ള അഗ്നി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. ദൈവമഹത്വം ക്രിസ്തുവിൽ വെളിപ്പെട്ട ദൈവമാണ്. ആലയം സഭയും വിശ്വാസിയുടെ ഹൃദയവുമാണ്. യാഗം യേശുവിൻ്റെ ക്രൂശുബലിയാണ്. ദേശസൗഖ്യം പാപത്തിൽ നിന്നുള്ള ആത്മീയ സൗഖ്യവും പുതിയ സൃഷ്ടിയുമാണ്. ഇന്നത്തെ സഭയോടുള്ള അറിയിപ്പുകൾ. ഈ അധ്യായം ഇന്നത്തെ സഭയ്ക്ക് അത്യന്തം പ്രസക്തമാണ്. ഒന്നാമതായി, ആത്മീയ ഉണർവ് മനുഷ്യരുടെ പരിപാടികളിലൂടെ ഉണ്ടാകുന്നതല്ല, വിനയം, പ്രാർത്ഥന, മാനസാന്തരം എന്നിവയിലൂടെയാണ്. രണ്ടാമതായി, ദൈവ സാന്നിധ്യമാണ് സഭയുടെ ഏറ്റവും വലിയ സമ്പത്ത്. മൂന്നാമതായി, ആരാധന ജീവിത പരിവർത്തനത്തിലേക്ക് നമ്മെ നയിക്കണം. നാലാമതായി, സഭ സമൂഹത്തിൻ്റെ ആത്മീയ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്ന സമൂഹമായിരിക്കണം. അഞ്ചാമതായി, ദൈവത്തിൻ്റെ അനുഗ്രഹം നിലനിർത്താൻ വിശുദ്ധിയും അനുസരണവും അനിവാര്യമാണ്. നമ്മെ തന്നെ വ്യക്തിപരമായി ഒന്ന് ആത്മപരിശോധന ചെയ്യുകയാണെങ്കിൽ ഈ അധ്യായം ഓരോ വിശ്വാസിയോടും ചോദിക്കുന്നത്, ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ വിനയപ്പെടുന്നുണ്ടോ? എൻ്റെ പ്രാർത്ഥന ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുന്നതാണോ? എൻ്റെ ജീവിതത്തിൽ
മാനസാന്തരം യാഥാർത്ഥ്യമാണോ? ദൈവത്തിൻ്റെ മഹത്വം എൻ്റെ ജീവിതത്തിൽ പ്രതിഫലിക്കുന്നുണ്ടോ? ഞാൻ ആത്മീയ ഉണർവിനായി പ്രാർത്ഥിക്കുന്നുണ്ടോ? 2 ദിനവൃത്താന്തം 7-ാം അധ്യായം പഴയ നിയമത്തിലെ ഏറ്റവും പ്രത്യാശ നൽകുന്ന അധ്യായങ്ങളിൽ ഒന്നാണ്. ദൈവം തന്റെ ജനത്തിന്റെ പ്രാർത്ഥന കേൾക്കുകയും അവരുടെ ആരാധന സ്വീകരിക്കുകയും തന്റെ മഹത്വം വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. എന്നാൽ അവൻ ഒരേ സമയം വിശുദ്ധ ജീവിതവും മാനസാന്തരവും ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഈ അധ്യായം പഠിപ്പിക്കുന്നത് യഥാർത്ഥ ആത്മീയ ഉണർവ് ദൈവത്തിൻ്റെ അഗ്നിയാലും ദൈവത്തിൻ്റെ മഹത്വത്താലും നിറഞ്ഞ ജീവിതമാണെന്നതാണ്. വിനയത്തോടെ ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുന്ന ജനത്തെ ദൈവം ഒരിക്കലും ഉപേക്ഷിക്കുന്നില്ല. അതുകൊണ്ട് 2 ദിനവൃത്താന്തം 7-ാം അധ്യായം അതിൻ്റെ കേന്ദ്ര സന്ദേശം ഇതാണ്. വിനയത്തോടെയും പ്രാർത്ഥനയോടെയും മാനസാന്തരത്തോടെയും ദൈവത്തെ അന്വേഷിക്കുന്ന ജനത്തിന്മേൽ ദൈവം തന്റെ മഹത്വം വെളിപ്പെടുത്തുകയും അവരുടെ പാപം ക്ഷമിക്കുകയും അവരുടെ ജീവിതത്തെയും സമൂഹത്തെയും ആത്മീയമായി സൗഖ്യമാക്കുകയും ചെയ്യുന്നു. ഈ വചനത്താൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.